എന്നെ ഇട്ടേച്ച് പോവില്ലേ ഉണ്ണിയേട്ടാ? ഭദ്രയുടെ കരച്ചിൽ മുറുകുമ്പോഴും എൻ്റെ കൈകളിലെ ബന്ധനം അയച്ച് ഞാൻ തിരിഞ്ഞു നടന്നു. ഉണ്ണിയേട്ടാ പോവലേ എന്നുള്ള അവസാന വിളി പടിപ്പുരവാതിൽ പിന്നിടുമ്പോഴും എൻ്റെ കാതിൽ വന്ന് അലയടിക്കുന്നുണ്ടായിരുന്നു. തിരിച്ച് എന്നവളെ നെഞ്ചോട് ചേർക്കാൻ ഇന്നുവരെ വാക്ക് കൊണ്ടുപോലും ആ മിഴികൾ നിറയാൻ അനുവദിക്കാതിരുന്ന എനിക്ക് പക്ഷേ ആ സമയം ഒന്നിനും സാധിക്കുമായിരുന്നില്ല. കേട്ട് തഴമ്പിച്ച കഥയിലെ മുറപ്പെണ്ണിനെ സ്വന്തമാക്കാൻ ഉണ്ണി എന്ന മുറച്ചെറുക്കിന് ഇനി സാധിക്കില്ല. പതിവ് കൂട്ടുകുടുംബത്തിലെ ഓർമ്മ വെച്ച നാൾ മുതൽ കണി കണ്ടുണർന്നിരുന്നത് ഭദ്രയുടെ മുഖമായിരുന്നു. പുതു ബൈക്കിന്റെ പിറകിൽ കോളേജിൽ പോവാൻ കയറുമ്പോൾ ഭദ്ര എൻ്റെ കാതിൽ പറയുമായിരുന്നു, ഞാനല്ലാതെ മറ്റൊരാളെ ബൈക്കിൽ കയറ്റിയാൽ ആ കാല് ഞാൻ തല്ലിയൊടിക്കുമെന്ന്. അത്താഴം വിളമ്പുന്ന അമ്മയെ പറഞ്ഞു മയക്കി വിട്ട് മാമ്പഴ പുളിശ്ശേരി വിളമ്പാൻ വരുമ്പോൾ വായിലൊരു ഉരുള വെച്ച് തരുമോ എന്ന് ചോദിച്ച് എന്നരികിൽ വന്ന് ഇന്ന് ചിണുങ്ങുമായിരുന്നു ഭദ്ര. പനി വന്ന് വിറച്ച് കിടന്ന് എന്നരികിൽ നിന്നും പനി വരാതെ മാറിപ്പോവാൻ പറഞ്ഞപ്പോൾ ഉണ്ണിയേട്ടന് വേദന തനിച്ച് അനുഭവിക്കാൻ വിടില്ലെന്ന് പറഞ്ഞ് എൻ്റെ പുതപ്പിനരികിൽ വന്ന് കിടക്കുമായിരുന്നവൾ. കോളേജ് സുഹൃത്തിനുള്ള ഫോൺ സംസാരം കട്ടാക്കി കാതിൽ നിന്നും അടർത്തി മാറ്റി അവൾ പറയുമായിരുന്നു, ഉണ്ണിയേട്ട എന്നോട് സംസാരിക്കുന്നു. വട്ടിയൂർക്കാവ് ദേവീ ക്ഷേത്രത്തിലെ ശ്രീകോവിലിന് മുമ്പിൽ എൻ്റെ മുഖം 3 തവണ ഒഴിഞ്ഞ് നാണയ നേർച്ചയിടുമ്പോൾ അവളുടെ ചുണ്ടുകൾ മന്ത്രിക്കുമായിരുന്നു, എൻ്റെ ഉണ്ണിയേട്ടനെ കാത്തോളനെ എന്ന്. ജാതകദോഷം എന്ന വിപത്ത് വരുന്നവരെ മാത്രമേ ഞങ്ങളുടെ സ്നേഹത്തിന് ആയുസ്സുണ്ടായിരുന്നുള്ളൂ. ജാതകപ്പൊരുത്തം നോക്കിയ പേര് കേട്ട കുടുംബ ജ്യോത്സ്യൻ മംഗല്യം നടന്നാൽ അപമൃത്യു കാണുന്നുവെന്ന് പറഞ്ഞപ്പോഴും ഞാനത് ചെവിക്കൊണ്ടില്ല. ഈ 21-ാം നൂറ്റാണ്ടിൽ ജ്യോതിഷമെടുത്ത് വലിച്ചെറിഞ്ഞു കളഞ്ഞൂടെന്ന് ചോദിക്കാൻ ചെന്നപ്പോഴാണ് ജ്യോത്സ്യൻ ആ ഞെട്ടിക്കുന്ന സത്യത്തെക്കുറിച്ച് എന്നോട് വെളിപ്പെടുത്തിയത്. മൃത്യു പ്രാപിക്കാൻ പോകുന്നത് താനല്ല, ഇന്നുവരെ താൻ ഓമനിച്ചുകൊണ്ട് നടന്ന ഭദ്രയാണെന്ന് ആ നാവിൽ നിന്ന് കേട്ടപ്പോൾ ഭദ്രയ്ക്ക് നീർക്കിട്ട് വന്നാൽ പോലും നെഞ്ചിപിടയുന്ന എനിക്ക് പക്ഷേ അവൾ ആയുസോടെ കാണണമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മനഃപൂർവ്വം ഭദ്രയോട് വഴക്കടിച്ച് ഞാൻ പടിപ്പുരവാതിൽ പിന്നിട്ട് നടന്നു നീങ്ങിയത്. ഉണ്ണി പോവില്ലേന്ന് ജനിച്ച നാൾ മുതൽ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച അമ്മയുടെ വാക്കു നിരസിക്കുമ്പോഴും എൻ്റെ ഉള്ള ആ അമ്മയോർത്ത് നീറുന്നുണ്ടായിരുന്നു. ഭദ്രയുടെ മംഗല്യം കഴിയുമ്പോൾ തിരിച്ചു വരും അമ്മയെ ഉണ്ണിയെന്ന് പറയാൻ നാവുതിരുമ്പോഴും ഭദ്രയിൽ അതൊരു കാത്തിരിപ്പിന് അവസരമായാലോ എന്ന് പേടിച്ച് ഞാൻ ആ വാക്കുകൾ ഉള്ളാലെ വിഴുങ്ങി നടന്ന് നീങ്ങുന്നുണ്ടായിരുന്നു. നിറഞ്ഞ വേദനയോടെ ഞാൻ ചെന്നെത്തിയത് അകലെയുള്ളൊരു ശിവക്ഷേത്രത്തിൽ. തിരുമുറ്റത്തായപ്പോൾ മനമുരുകി ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ ഭദ്ര എന്നെ മറന്നൊരു പുതുജീവിതം കൈവരിക്കണേ ദേവാ എന്നായിരുന്നു. നിലാചന്ദ്രൻ മാനത്തി വിരിയുമ്പോൾ ക്ഷീണത്താൽ ഞാൻ ആ ഗോപുരനടയിൽ തലകുമ്പിട്ടിരിക്കുമ്പോഴാണ് ദേവദൂതനെ പോലെ തുണയായി ഒരു കരം വന്നെൻ്റെ തോളിൽ മെല്ലെ പതിച്ചത്. എൻ്റെ മനോവേദന അറിഞ്ഞ നിമിഷം വന്ന നമ്പൂതിരി ഇല്ലത്തേക്ക് ക്ഷണിക്കുമ്പോൾ ചായ്പിൽ തലവെക്കാനൊരിടവും വഴിപാട് കൗണ്ടറിലൊരു വേദനത്തിനുള്ള ജോലിയും എന്നെയും കാത്തിരിപ്പുണ്ടായിരുന്നു. ഇല്ലത്തെ അന്നത്തിനൊപ്പം എൻ്റെ സൗഹൃദത്തിന് വഴിയൊരുക്കിയത് നമ്പൂതിരിയുടെ മകൾ ലക്ഷ്മിയായിരുന്നു. കൗണ്ടറിൽ വന്നൊരു പെൺകുട്ടിയുടെ ശിവഭദ്ര വിശാഖ നക്ഷത്രം എന്ന വാക്കുകൾ രസീതിൽ കുറിക്കുമ്പോൾ നെഞ്ചിലൊരായിരം ആണി തറച്ചു കയറുന്ന വേദനയിലും എഴുത്ത് പൂർത്തിയാക്കാനാവാതെ എൻ്റെ ഉള്ളംകൈ പൂക്കുല പോലെ വിറക്കുന്നുണ്ടായിരുന്നു. ഭദ്രയുടെ ഓർമ്മകൾ നെഞ്ചിൽ കനലായി വേട്ടയാടുമ്പോഴൊക്കെ എന്നെ സാന്ത്വനിപ്പിച്ചത് ഉണ്ണിയേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള ലക്ഷ്മിയുടെ സ്നേഹത്തോടെയുള്ള വാക്കുകളായിരുന്നു. 27 നക്ഷത്രങ്ങളിൽ കൃത്യമായി 2 മാത്രം ഞങ്ങളുടെ പ്രണയത്തിന് വിലങ്ങുതടിയായി നിന്നപ്പോൾ ബാല്യം മുതൽ ഞങ്ങൾ ഒരുമിച്ച് കണ്ട സ്വപ്നങ്ങളാണ് കടപുഴകി വീണത്. ശിശിരവും ഹേമന്തവും മാറി വർഷം 3 പിന്നിടുമ്പോൾ മനസ്സിലെ കനലുകൾ തണുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അമ്മയെ ചെന്നൊന്ന് കണ്ടുകൂടെയെന്ന് ലക്ഷ്മി നിർബന്ധിച്ചപ്പോൾ ആ വാക്കുകൾ പൂർണ്ണമായി നിരസിക്കാൻ എനിക്കും ആവുമായിരുന്നില്ല. ഭദ്രയോളം തന്നെ ചിലപ്പോൾ അതിലുപരി ഞാൻ അമ്മയെ സ്നേഹിച്ചിരുന്നു എന്നതാണ് സത്യം. ലക്ഷ്മിയുടെ കയ്യും പിടിച്ച് ഞാൻ വീണ്ടും ആ പടിപ്പുരവാതിൽ പാദങ്ങൾ അമർത്തുമ്പോൾ എന്നെ കണ്ട് ഓടി വന്ന അമ്മ എന്നെ മാറോടണച്ച് നെറുകയിൽ ചുംബിക്കുന്നുണ്ടായിരുന്നു. ലക്ഷ്മിയെ കൂട്ടി ആ ഉമ്മറ വരാന്തിൽ തലകുമ്പിട്ട് അകത്തേക്ക് കയറുമ്പോൾ പഴയ ആ ഉരുളൻ തൂണിൽ തലയായിച്ച് വിദൂരതയിലേക്ക് നോക്കി ഏകയായിരിക്കുന്ന ഭദ്രയെ കണ്ടപ്പോൾ ഞാനും ലക്ഷ്മിയെ കണ്ടപ്പോൾ അവളും ഒരുപോലെ ഞെട്ടി. ഭദ്രയുടെ മംഗല്യം ഇനിയും കഴിഞ്ഞിട്ടില്ലേ അമ്മയെന്ന് ഞാൻ ചോദിക്കുമ്പോൾ അറ്റു വീഴുന്ന ഇതളുകൾ പോലെ പ്രതീക്ഷയറ്റ ഭദ്രയുടെ മുഖാരബിന്ദുവിൽ നിന്നും കണ്ണുനീർത്തുള്ളികൾ ഇറ്റിറ്റ് വീഴുന്നുണ്ടായിരുന്നു. മരുമക്കത്തായ സമ്പ്രദായത്തിൽ ഭദ്രയുടെ സ്വത്ത് മുഴുവൻ നിന്നിൽ വന്ന് ചേരാതിരിക്കാൻ അമ്മാവനും കൂട്ടനും ചെയ്ത ചതിയായിരുന്നു മോനെ, ജാതകദോഷം എന്ന ജ്യോത്സ്യൻ്റെ കള്ളപ്രവചനം എന്ന അമ്മ പറയുമ്പോൾ ഞെട്ടിലോടെയാണ് ആ വാർത്ത എൻ്റെ കാതുകളിൽ വന്ന് പതിച്ചത്. ഇനി ഈ കുടുംബത്തിലെ ചില്ലി കാശ് പോലും എനിക്ക് ഉണ്ണിയേട്ടനും വേണ്ടെന്ന്, താലി ചാർത്തുന്നെങ്കിൽ ഉണ്ണിയേട്ടനെ മാത്രമായിരിക്കുമെന്ന് പറഞ്ഞ് ആ ചായ്പിലേക്ക് അവൾ താമസം മാറുമ്പോൾ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി പോലും അവരുടെ മുമ്പിൽ കൈനീട്ടാൻ അവൾ മുതിർന്നിട്ടില്ല. അറുത്തെടുത്ത പൂവിതൾ കൊണ്ട് കാവിലെ ദേവിക്ക് മാല കെട്ടിക്കൊടുത്ത് 3 വർഷം നേർച്ച ചോറ് ഭക്ഷിക്കുമ്പോഴും ഭദ്ര കാത്തിരുന്ന അവരുടെ ഉണ്ണിയേട്ടൻ്റെ തിരിച്ചുവരവിന് വേണ്ടിയായിരുന്നു. പക്ഷേ കൂടെ വന്ന ലക്ഷ്മിയെ ചൂണ്ടി എൻ്റെ മോൻ്റെ മനസ്സിൽ മാത്രം അവൾക്ക് പകരം മറ്റൊരു പെണ്ണ് കുടിയേറുന്ന് ഭദ്രയെപ്പോലെ ഞാനും പ്രതീക്ഷിച്ചില്ല.
എന്ന് പറഞ്ഞ് അമ്മ വിതുമ്പിക്കരഞ്ഞപ്പോൾ ഞാൻ ആ കണ്ണീര് തുടച്ചു മാറ്റി. അമ്മയുടെ വാക്കുകൾക്ക് മറുപടിയായി ഭദ്രയുടെ അരിയിലെത്തി നിലത്തേക്ക് കുമ്പിട്ടിരിക്കുന്ന ഭദ്രയുടെ ശിരസ് ഉയർത്തി ലക്ഷ്മി അവളോട് പറഞ്ഞു, ഉണ്ണിയേട്ടൻ്റെ മനസ്സിൽ അന്നും നീ ഭദ്ര മാത്രമേ ഉള്ളൂ. ഭദ്രയെ ഓർത്ത് മിഴികൾ നിറയാത്തൊരു ദിനം പോലും ഉണ്ണിയേട്ടൻ ഉണ്ടായിട്ടില്ല. ഉണ്ണിയേട്ടൻ്റെ സുഹൃത്തായിട്ട് കൂടെ ഇങ്ങോട്ട് പുറപ്പെടുമ്പോഴും മനസ്സിലെവിടെയോ ഭദ്ര കാത്തിരിക്കുന്നുണ്ടെന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. അത്രയ്ക്ക് ഇഷ്ടമാണ് ഭദ്രേ നിന്റെ ഉണ്ണിയേട്ടന്. അത് കേട്ട് നിറകണ്ണുകളാൽ ഭദ്ര ഓടി വന്നെൻ്റെ പിന്നിൽ ചേർന്ന് നിന്നപ്പോൾ മുന്നിലേക്ക് ചേർത്ത് നിർത്തി മാറോടണച്ച് ഒഴുകി വന്ന കണ്ണുനീർ തുടച്ചുകൊണ്ട് ഞാൻ അവിടെ കാതുകളിൽ മൊഴിഞ്ഞു. ഈ മിഴികൾ ഇനിയും നിറയരുത്. ഇനി ഒരിക്കലും ഒരു ശക്തിക്കും വിട്ടുകൊടുക്കില്ല ഞാൻ എൻ്റെ ശിവഭദ്രയെ.